ഞാനിന്ന് ഒരു സോർട്ടഡ് വെജിറ്റബിൾ കറി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഗ്രീൻ പീസ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇത് ഒനിയൻ, ഇത് സ്പ്രിംഗ് ഒനിയനും ഉണ്ട്, സാധാ നമ്മളുടെ സവാളയും ഒരു സവാള അരിഞ്ഞതുണ്ട്. ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ ലീഫാണ്. ഇത് ഗ്രീൻ പീസാണ്. ദെൻ ക്യാരറ്റ് നമ്മളുടെ ഡൽഹി ക്യാരറ്റ് എന്ന് പറയും. അത് റെഡ് കളറാണ് ആ ക്യാരറ്റ്. നമുക്ക് കേരളത്തിൽ അത്രയും അവൈലബിൾ അല്ല, എന്നാലും കിട്ടും. പിന്നെ പച്ചമുളക്, ധനിയ ലീഫ്, ക്യാബേജ് അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്. ഇത് ഇത്രയും സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളിടുന്നത് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാ മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല. ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, ദാറ്റ്സ് ഓൾ. ഇത് അതിനെ സോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിനകത്തേക്ക് ശകലം എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി കഴിയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ സവാള അങ്ങോട്ട് ഇടുക. അതൊന്ന് ഫ്രൈ ആവട്ടെ, നല്ലവണ്ണം ഫ്രൈ ആവട്ടെ. ഫ്രൈ ആവുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് നമ്മൾ അതിനകത്തേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ടേക്കുക. നമ്മൾ അധികം എരിവ് പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് മുഖം പൊട്ടിച്ചിട്ടങ്ങിടുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം എരിവ് ഇറങ്ങത്തില്ലല്ലോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എല്ലാ വെജിറ്റബിളും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റ്, ഗ്രീൻ പീസ്, ക്യാബേജ് മൂന്നും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ അടച്ച് ഒരു 10 മിനിറ്റ് നമ്മളങ്ങനെ വെക്കുക. 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ അത് അവിഞ്ഞ് ശരിയാവും. നന്നായിട്ട് നീറ്റായിട്ട് ഒന്നൊന്നേ തൊടാതെ നമുക്ക് കിട്ടും. അതിനകത്തെ ഉള്ള വെള്ളം വറ്റി കിട്ടണം. എന്താ വെച്ചാൽ ക്യാബേജിനകത്തൊക്കെ നല്ലവണ്ണം വെള്ളമുള്ളതാണ്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അതുപോലെ തന്നെ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച്, അതായത് വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ഇടാത്തതുകൊണ്ട് നമുക്കൊരിത്തിരി കുരുമുളകിൻ്റെ പൊടി ശകലം എരിവ് വേണ്ടുന്നവർ കൂടുതലിട്ടോണം, ഇല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എരിവ് നമുക്ക് വേണ്ട, അതുകൊണ്ട് നമ്മൾ ഒരു കഷ്ടിച്ചൊരു സ്പൂണേ പെപ്പർ പൗഡർ ഇടുന്നുള്ളൂ. ഓക്കെ, ഇതും ഇനി അങ്ങ് നല്ലവണ്ണം ഇളക്കി ഒന്നുകൂടെ ഇതിൻ്റെ അകത്തെ വെള്ളം മൊത്തം ഒന്ന് വറ്റുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2-3 സ്പൂൺ ഫുൾ സ്പൂൺ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇട്ട് ചിക്കി എടുക്കുക എന്നുള്ളതാണ് ഇനിയത്തെ പ്രോസസ്സ്. അതോടെ നമ്മുടെ കറി റെഡിയായി. പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിക്കോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. പെട്ടെന്ന് നമുക്ക് 2 ബ്രെഡ് ഉണ്ടെങ്കിൽ, ഒരു വെജിറ്റബിൾ സോട്ടും ഉണ്ടെങ്കിൽ രാവിലത്തെ കഴിഞ്ഞു പോവും. അല്ല രാത്രിയിലത്തേക്കാണെങ്കിൽ ചപ്പാത്തിക്ക് നമുക്ക് നല്ലതാണ്. ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഞാൻ കോൺഫ്ലവർ എടുത്ത് ഇതിലേക്ക് നമ്മളൊരു 3-4 സ്പൂണ്, ഒരു 4 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നല്ലവണ്ണം ഇളക്കി അങ്ങ് എടുക്കണം. നല്ലവണ്ണം ഇളക്കണം. അതിനകത്ത് മിക്സ് ആവുന്നവരെ ഇളക്കി എടുക്കുക. കൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സ്പ്രിംഗ് ഒനിയൻ, ധനിയ ലീഫ് എന്നിവ ഇട്ടേക്കുക. അതപ്പം ആ ഒരു ടേസ്റ്റ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇതും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. ഇതാണ് നമ്മളുടെ കറി. ഞാൻ നല്ലവണ്ണം ഇളക്കി എന്നിട്ട് ഫൈനൽ കാട്ടിത്തരാം. നമ്മുടെ വെജിറ്റബിൾ അമങ്ങി വെന്ത് താണിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ശകലം, ഒരു 2 സ്പൂണ്, ബസ് കൂടുതലൊന്നും വേണ്ട, 2 സ്പൂൺ മതി. പിന്നെ ഒരു ശകലം സോയാ സോസ്, ഒരു 1/4 സ്പൂൺ, ഉള്ളി ഫോർ ടേസ്റ്റ്, 1/4 സ്പൂൺ സോയാ സോസ്. ഇനി ഇതിലേക്ക് നമ്മൾ പെപ്പർ പൊടി,
മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. ഇതാണ് നമ്മളുടെ വെജിറ്റബിൾ സോട്ടഡ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഇനിയും ചെയ്യേണ്ടത് എല്ലാം ഓഫാക്കി കഴിഞ്ഞ് സ്റ്റൗ ഓഫാക്കി കഴിയുമ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിനകത്തേക്ക് നമ്മൾ ക്യൂസ് ചെയ്തങ്ങ് ഒഴിച്ചേക്കണം. അത് ചൂടായിട്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ചൂടായിട്ടിരിക്കുമ്പോൾ ഒഴിച്ചാൽ അത് കയ്പ്പ് സ്വാദ് വരും. അതുകൊണ്ട് ചെറുനാരങ്ങ എപ്പോഴും ഒഴിക്കുന്ന ഉടനെ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ്. സാധാരണ വെജിറ്റബിൾ വെച്ചിട്ട് ഒരു വെജിറ്റബിൾ സോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൊക്കോളിയോ കോളിഫ്ലവറോ ഒക്കെ വേവിച്ചിടാവുന്നതാണ്. ഇതെല്ലാം എത്രയും അതൊക്കെ ഇടുന്നോ അതത്രയും നമ്മുടെ ഫുഡ് കറി ഹെൽത്തി ആയിട്ട് മാറും. കുട്ടികൾക്കൊക്കെ വലിയ എരിവില്ലാതെ പെട്ടെന്ന് ടിഫിനകത്തും ഒക്കെ കൊടുത്തയക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ശേഷം നമുക്ക് കാണാം. ഇതാണോ? യു ലൈക്ക് ഇറ്റ്? ഐ കാൻറ്റ് സേ ലൗഡ്ലി. Very good.